ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ കരുണയുടെ അവസാന മണിക്കൂർ എന്ന ആ സന്ദേശത്തിൽ നിന്ന് ഷില്ലോങ്ങിലെ സിസ്റ്റർ ജിൻസൂർ കോൺക്ലാഡിൻ്റെ സാക്ഷ്യത്തിൽ നിന്നുള്ള 15 പേജ് വായിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് പറയുന്നത് 3 ദിവസത്തെ അന്ധകാരത്തെക്കുറിച്ചാണ്. 3 ദിവസത്തെ അന്ധകാരത്തെക്കുറിച്ച് ഇങ്ങനെ പലർക്കും ഫാത്തിമായിലും സന്ദേശം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദർശനങ്ങൾക്കൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് ഇവർക്ക് ദർശനം കിട്ടിയത് മാത്രമല്ല, ഇത് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. കർത്താവിൻ്റെ 2ാം വരവ് എപ്പോഴാണെന്നും അതിൻ്റെ അടയാളം എന്താണെന്നും ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 24:3 മാർക്കോസിൻ്റെ സുവിശേഷം 13:4 ലൂക്കായുടെ സുവിശേഷം 21:7 അതിന് മറുപടിയായിട്ട് കർത്താവ് പറയുന്നത് ഭാവിയിൽ അരങ്ങേറാനിരിക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ചാണ്. ശിഷ്യന്മാരിത് ചോദിച്ചിട്ടുണ്ട്, ഇത് എപ്പോഴാണെന്ന്. അതിൽ 1-2 കാര്യങ്ങളാണ് മത്തായി 24:6 പറയുന്നത്. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റിയുള്ള കിംവദന്തികളും. അതുപോലെ മത്തായി 24:7 പറയുന്നു, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നേ നിൽക്കും, ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലുണ്ടാകും. ദൈവവചനമാണിത്. മത്തായി 24:10 പറയുന്നു, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും, പരസ്പരം ഒറ്റിക്കൊടുക്കും. മത്തായി 24:12 പറയുന്നു, അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. ഇങ്ങനെ മനുഷ്യന്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റമുണ്ടാകുന്നു. ഭീകര സംഭവങ്ങളും ആകാശത്തു നിന്ന് വലിയ അടയാളങ്ങൾ ഉണ്ടാകുമെന്ന് ലൂക്കായുടെ സുവിശേഷം 21:11 പറയുന്നു. മാർക്കോസ് 13:24 പറയുന്നത്, ആ പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്നും നിപതിക്കും. ലൂക്കാ 21:22 പറയുന്നു, എഴുതപ്പെട്ടിരിക്കുന്നവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളാണ് ഇവ. ഞാൻ ഈ പുസ്തകം വായിച്ച് നിങ്ങൾക്ക് തരുമ്പോൾ ഇത് ഏതോ ഒരു സിസ്റ്ററിന് കിട്ടി അല്ലെങ്കിൽ അവിടെ കിട്ടി, ആ കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ച് തള്ളിക്കളയണ്ട. ഇതെല്ലാം ദൈവത്തിൻ്റെ വചന പുസ്തകത്തിലുള്ളതാണ്. അത് നമ്മളാരത്ര കാര്യമായി എടുക്കാത്തതുകൊണ്ടായിരിക്കാം ഈശോ പരിശുദ്ധ അമ്മ വഴിയും ഈശോയും ഇങ്ങനെ സന്ദേശങ്ങൾ കൊടുക്കുന്നത്. ഈ സിസ്റ്റർ കുട്ടിക്ക് കൊടുത്ത സന്ദേശം നമുക്ക് കേൾക്കാം. 3 ദിവസത്തെ അന്ധകാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ഒരു സ്വകാര്യ വെളിപാടാണ്, എന്നാലും നമുക്ക് ഇത് വചനത്തിലുള്ളതാണ്, വിശ്വസിക്കാം. പിന്നെ ഇവിടെ പറയുന്ന ഇരുട്ടും അതിനെക്കുറിച്ച് വരുന്ന കാര്യങ്ങൾക്കും 2 വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നീതിസൂര്യനായിട്ടുള്ള ഈശോയെ മറപ്പിക്കത്തക്ക രീതിയിൽ പാപം വർദ്ധിക്കുമ്പോൾ ലോകം അന്ധകാരമാകും. ഈ അർത്ഥത്തിലും അന്ധകാരം വരുന്നു. ഞാൻ വായിക്കാം. ആ ദിവസങ്ങളിൽ ലോകം മുഴുവൻ ഇരുട്ടിലായിരിക്കും. ആ സമയത്ത് ദുഷ്ടാരൂപികൾ ഭൂമിയിലെങ്ങും കറങ്ങി നടക്കുകയും വലിയ നാശത്തിനും മനുഷ്യരുടെ സഹനത്തിനും കാരണമാവുകയും ചെയ്യും. എല്ലാവരും ഭവനങ്ങളിൽ തന്നെ ആയിരിക്കട്ടെ. ആ സമയത്ത് ഒരു വലിയ ശുദ്ധീകരണം സംഭവിക്കും. അപ്പോൾ ആത്മീയമായി തങ്ങളെ തന്നെ ഒരുക്കിയിട്ടുള്ളവർ രക്ഷിക്കപ്പെടും. അങ്ങനെ ഒരുങ്ങാത്തവർക്ക് കൊടിയ സഹനം ഉണ്ടാകും. ആ 3 ദിവസങ്ങളിൽ ഒന്നും തന്നെ ദൃശ്യമായിരിക്കില്ല, കാണാൻ പറ്റില്ല ഒന്നും. മഹാമാരിയെ വഹിച്ചു കൊണ്ടുവരുന്ന വായു അനേകരുടെ ജീവൻ അപഹരിക്കും. പഴയ നിയമത്തിലെ കടന്നുപോകലാണ് ഞാനിത് പറഞ്ഞപ്പോൾ ഓർക്കുന്നത്. അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, കുഞ്ഞാടിൻ്റെ രക്തം തെളിച്ച വീടുകളൊക്കെ സംഹാരത്തിൽ നിന്ന് മുക്തമാകും. അതുപോലെ തന്നെ ഈശോയുടെ തിരുരക്തം കൊണ്ട് നമ്മൾ കഴുകി പാപാവസ്ഥയിൽ നിന്ന് മോചിക്കപ്പെട്ടിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മെ ഈ ശിക്ഷ ബാധിക്കുകയേയില്ല. പറയുന്നു, മഹാമാരിയെ വഹിച്ചു കൊണ്ടുവരുന്ന വായു അനേകരുടെ ജീവൻ അപഹരിക്കും. അതിൽ എൻ്റെ മതത്തിൻ്റെ ശത്രുക്കളും ഉൾപ്പെടും. ആശീർവദിച്ച മെഴുകുതിരികളല്ലാതെ മനുഷ്യനിർമ്മിതമായ മറ്റൊരു വെളിച്ചവും ആ നാളുകളിൽ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല.
സർവ്വലോകത്തെയും ബാധിക്കുന്ന ഈ അന്ധകാരത്തിൻ്റെ 3 ദിവസങ്ങളിൽ കർത്താവ് ഉടനെ തന്നെ മനസാന്തരപ്പെടുത്തുന്ന ചുരുക്കം ചിലരൊഴികെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സഭയുടെ എല്ലാ ശത്രുക്കളും നശിക്കും. അന്തരീക്ഷത്തിലെങ്ങും ദുഷ്ടാരൂപികൾ വ്യാപിക്കും. അവ വൃത്തികെട്ട പല രൂപങ്ങളിലും പ്രത്യക്ഷപ്പെടും. എൻ്റെ കുഞ്ഞെ, ഇത് അറിഞ്ഞിരിക്കുക. മുൻകൂട്ടി അറിയിക്കാതെ ദൈവം ഒരിക്കലും മനുഷ്യരെയോ തൻ്റെ ഏതെങ്കിലും സൃഷ്ടികളെയോ ശിക്ഷിക്കുന്നില്ല. ദൈവം നമ്മളെ മുൻകൂട്ടി അറിയിക്കുന്നുണ്ട്. നിങ്ങൾ നന്നാവണം, മാനസാന്തരപ്പെടണം, മാപ്പ് പറയണം, നിങ്ങൾ എളിമപ്പെടണമെന്നൊക്കെ. അവസ്ഥയിലായിരിക്കാനാണ് കർത്താവ് ഇങ്ങനെ മുന്നറിയിപ്പുകൾ നൽകുന്നത്. ഈ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടും പ്രസാദപരാവസ്ഥയിലാവുകയോ മാനസാന്തരപ്പെടുകയോ ചെയ്യാതെ കുറേ വെഞ്ചിരിച്ച മെഴുകുതിരികളും ഇവിടെ വെച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. അത് കത്തില്ല. നമ്മുടെ ജീവിത വിശുദ്ധി, നമ്മുടെ മാറ്റം എങ്ങനെയുണ്ട് അതനുസരിച്ച് വെഞ്ചിരിച്ച മെഴുകുതിരികൾ കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ രത്ന ചുരുക്കം മനുഷ്യൻ നന്നാവുക എന്നതാണ്. ക്രിസ്ത്യാനികൾക്കോ ദൈവത്തിൻ്റെ ജനത്തിനോ പ്രത്യാശ നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന സമയം വരുമ്പോൾ ഒരു മഹാ അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവം തന്നെ നിർബന്ധിക്കും. അതിനെയാണ് ചില പ്രവാചകർ ഭയാനകമായ സംഭവം എന്ന് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സംഭവങ്ങൾ എല്ലാവരെയും ഭയപ്പെടുത്തുമെങ്കിലും സത്യമായും വിശുദ്ധരായവർക്ക് ഇവ കൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാകില്ല. ഇത് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം. വിശുദ്ധരായവർക്ക് ഈ ഭീകരമായ സംഭവങ്ങളെ കൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാവില്ല. പിന്നെയോ ഇവയെല്ലാം ദൈവത്തിൻ്റെ ശിക്ഷയുടെ സമാപനം കുറിക്കുന്നു എന്നറിഞ്ഞ് നാം ആശ്വാസം കൊള്ളണം. മുൻകാലങ്ങളിൽ നിന്റെ സഹോദരരോട് പറഞ്ഞിട്ടുള്ള ഇതേ കാര്യം നിന്നോട് ഞാൻ പറയുന്നത് വരാനിരിക്കുന്ന അന്ധകാരത്തിൻ്റെ ദിനങ്ങൾക്കായി നിങ്ങൾ ഒരുങ്ങുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പലരോടും പറയുന്നത്. ആ ദിവസങ്ങളിൽ ശൈത്യം അതികഠിനമായിരിക്കും. കാറ്റ് ആഞ്ഞു വീശും. ഇടിമിന്നലും അതിനെ തുടർന്നുണ്ടാകുന്ന ഇടിമുഴക്കവും കേൾക്കുമ്പോൾ എല്ലാ വാതിലുകളും ജനലുകളും അടയ്ക്കുക. വീട്ടിന് പുറത്തുള്ള ഒരാളോട് പോലും സംസാരിക്കരുത്. ഭൂകമ്പം സംഭവിക്കുമ്പോൾ പുറത്തേക്ക് നോക്കരുത്. കാരണം ദൈവത്തിൻ്റെ ക്രോധം പരിശുദ്ധമാണ്. ഈ ഉപദേശം നിരസിക്കുന്നവർ ഉടനടി കൊല്ലപ്പെടും. കാറ്റ് അതിനൊപ്പം വിഷവാതകങ്ങൾ കൊണ്ടുവരും. കാറ്റ് വിഷവാതകം കൊണ്ടുവരും, ഭൂമിയെ ആവരണം ചെയ്യും. നിഷ്കളങ്കരായിരിക്കെ സഹിക്കുകയും മരിക്കുകയും ചെയ്യുന്നവർ രക്തസാക്ഷികളായിരിക്കും. വരപ്രസാദാവസ്ഥയിലായിരുന്നവരും ഒരുങ്ങിയവരും ചിലപ്പോൾ മരിക്കും. പക്ഷേ അവർ രക്തസാക്ഷികളായി തീരും. ഉടനടി ഈശോയുടെ അടുത്തേക്ക് എത്തും. അവർ എൻ്റെ രാജ്യത്തിൽ എന്നോടൊത്തായിരിക്കുകയും ചെയ്യും. ആ ദിവസങ്ങളിൽ അവർ വിജയിക്കും. 3 രാത്രികൾക്ക് ശേഷം ഭൂകമ്പവും അഗ്നിയും ശമിക്കും. പ്രിയ സഹോദരങ്ങളെ, വേറെ വിശുദ്ധരുടെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ ദർശനം, പിന്നെ വരുന്ന ലോകത്തിൻ്റെ ദർശനം. പളുങ്ക് കടൽ പോലെയായിരിക്കും നമ്മുടെ നദികളും കടലുകളും എന്നാണ് പറയുന്നത്. നമ്മുടെ അന്നത്തെ ലോകം കണ്ടു കഴിഞ്ഞാൽ, ഈ ശിക്ഷയൊക്കെ കഴിഞ്ഞ് ഭൂമിയെ ശുദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുള്ള ലോകം കണ്ടാൽ നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. പിന്നെ തിന്മയില്ല. പിതാവിനോടൊപ്പം നമ്മളെല്ലാവരും വസിക്കും. ആ ഒരു സ്വർഗീയ അനുഭവത്തിലേക്ക് കടന്നു വരാനാണ് പിതാവ് ഇപ്പോൾ നമ്മെ ഒരുക്കാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ ഒന്നേ ചെയ്യണ്ടോ, നമ്മുടെ ജീവിതം മാറ്റി ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ആവുക. എളിമ വരിക, പാപത്തിനെ ഓർത്ത് പരിഹാരം ചെയ്യുക, മാപ്പപേക്ഷിക്കുക, പിന്നെയും പാപത്തിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈശോയോടൊപ്പം ഒരു പുതിയ ലോകത്ത്, അവിടെ കള്ളമില്ല, ചതിവില്ല, വഞ്ചനയില്ല, എപ്പോഴും ദൈവത്തോടൊത്ത്, അതിലേക്കാണ് നമ്മെ കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് ഈ അന്ധകാര ദിനത്തിനായിട്ട് ഒരുങ്ങേണ്ടത്? വഴികൾ ഇവയൊക്കെയാണ്. ഒന്നാമത്തെ വഴി, പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുക. ഈ പുസ്തകം വായിക്കുമ്പോഴോ യുഗാന്ത്യത്തെക്കുറിച്ച് കേൾക്കുമ്പോഴോ പേടി വരുന്നവർ, ഭയമുള്ളവർ, ഇനിയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുക. പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുക. അതായത് പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുകയും അവയിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിഹാരം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നശിക്കും.
ചേച്ചി മുന്നേ നിങ്ങൾക്കൊരു പരിഹാര പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു തന്നിരുന്നു. അത് പറഞ്ഞു തരുമ്പോൾ ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷെ എവിടെ നോക്കിയാലും പരിഹാരം ചെയ്യണം. പരിഹാരം ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ നശിക്കും. വ്യക്തിപരമായി എന്നെ നിങ്ങളുടെ കർത്താവും രക്ഷകനുമായി ഏറ്റുപറയുക. രക്ഷ പ്രാപിക്കാനും നിത്യജീവനിലേക്ക് പ്രവേശിക്കാനും വേണ്ടി നിങ്ങളുടെ മുഴുവൻ ശരണവും എന്നിൽ അർപ്പിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുക. എല്ലായ്പ്പോഴും വരപ്രസാദ അവസ്ഥയിൽ ആയിരിക്കുക. ഇതൊക്കെയാണ് ഈ 3 ദിവസത്തെ അന്ധകാരത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത്. ഇങ്ങനെയാണ് ഒരുങ്ങേണ്ടത്. പാപത്തെ വെറുത്തുപേക്ഷിച്ച് അനുദപിച്ച് പരിഹാരം ചെയ്ത് വരപ്രസാദ അവസ്ഥയിലായിരിക്കുക. എല്ലാ ദിവസവും നിങ്ങളെ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കുക. അതാണ് വിമല ഹൃദയ പ്രതിഷ്ഠ. അത് പുതുക്കുക. എന്നും വിമല ഹൃദയത്തിലേക്ക് നമ്മെ പ്രതിഷ്ഠിക്കുക. പിശാചിൻ്റെ മേൽ പൂർണ്ണമായും ആധികാരികമായും വിജയം നേടുന്നത് അവളാണ്. ഈ അന്ത്യനാളുകളിൽ നിങ്ങൾക്ക് സംരക്ഷണത്തിനുള്ള മാർഗവും നിങ്ങളുടെ ജീവിതത്തിന് പോഷണവുമായി എൻ്റെ പിതാവ് നൽകിയിരിക്കുന്നതും അവളെയാണ്, പരിശുദ്ധ അമ്മയെയാണ്. ഇടയ്ക്കിടെ അരൂപിയിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും മനസ്താപ പ്രകരണം ചൊല്ലുകയും ചെയ്യുക. നമ്മൾ കണ്ടു അന്ധകാര ദിനങ്ങൾക്കായിട്ട് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്. പാപങ്ങളെക്കുറിച്ച് അനുദപിക്കണം, പരിഹാരം ചെയ്യണം, കർത്താവിന് രക്ഷകനും നാഥനുമായി ഏറ്റുപറയണം, വരപ്രസാദാവസ്ഥയിലായിരിക്കണം, അമ്മയുടെ പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ പ്രതിഷ്ഠിക്കണം, മനസ്താപ പ്രകരണം ചൊല്ലണം, ഇടയ്ക്കിടെ അരൂപിയിൽ ദിവ്യ കാരുണ്യം സ്വീകരിക്കണം. ലയോ 13 മാർപ്പാപ്പ രചിച്ച മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന പൂർണ്ണ രൂപത്തിലുള്ളത് ചൊല്ലുകയും നിങ്ങളുടെ സഹനങ്ങളെല്ലാം പ്രാർത്ഥനാപൂർവം സഭയുടെ നവീകരണത്തിനായി കാഴ്ചവെക്കുകയും ചെയ്യുക. എല്ലാ ദിവസവും പരിഹാര പ്രവൃത്തികൾ ചെയ്യുകയും ജപമാല ചൊല്ലുകയും ചെയ്യുക. എല്ലാ ജനലുകളും ഭദ്രമായി അടയ്ക്കുക, പുറത്തേക്ക് നോക്കാതിരിക്കുക. ഒരു ആശീർവദിച്ച മെഴുകുതിരി കത്തിച്ചു വയ്ക്കുക. അനേക ദിവസങ്ങളിലേക്ക് ആ തിരി മതിയാകും. ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുകയും കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലുകയും ചെയ്യുക. അനേകം ആത്മാക്കളെ രക്ഷിക്കാനായി പരിത്യാഗം ചെയ്ത് കാഴ്ചവെക്കുകയോ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുകയോ ചെയ്യുക. വീടിന് പുറത്തേക്ക് പോകരുത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കരുതി വയ്ക്കുക. അനേക ആത്മാക്കളുടെ രക്ഷയ്ക്കാണ് പരിഹാര പ്രവൃത്തികൾ ചെയ്യണം, പരിത്യാഗം ചെയ്യണമെന്ന് പറയുന്നത്. അതുതന്നെയാണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞത്. സമർപ്പിത മക്കൾക്ക് വേണ്ടി പരിത്യാഗം ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം, ഓരോ പാപികൾക്ക് വേണ്ടിയും. ഇതെല്ലാം ഇതിനോട് കണക്റ്റഡാണ്. ഒരു തിരി മതി. നമ്മൾ വരപ്രസാദാവസ്ഥയിലാണെങ്കിൽ അത് മുഴുവൻ ദിവസവും 3 ദിവസവും കത്തും. അതുപോലെ തന്നെ ഭക്ഷണവും. പ്രകൃതി ശക്തികൾ ഇളകുകയും അഗ്നിമഴ മനുഷ്യരെ ഭയം കൊണ്ട് വിറകൊള്ളിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കുക, ഞാൻ നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. വാതിലുകളിൽ നിന്നും ജനലുകളിൽ നിന്നും അകന്നു നിൽക്കുക. യാതൊരു കാരണവശാലും പുറത്തേക്ക് നോക്കുകയോ പുറത്തേക്ക് പോവുകയോ ചെയ്യരുത്. പുറത്തുനിന്ന് വിളിക്കുന്ന ആരുമായി സംസാരിക്കാൻ നിൽക്കരുത്. കാരണം അഭയകേന്ദ്രങ്ങൾക്കുള്ളിൽ സുരക്ഷിതമായിരിക്കുന്നവരെ വശീകരിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനായി ദുഷ്ടരൂപികൾ വഞ്ചനാപരമായി മറ്റുള്ളവരുടെ ശബ്ദം അനുകരിച്ച് നിങ്ങളെ വിളിക്കും. പുറത്തേക്ക് നോക്കുകയോ പുറത്തു പോവുകയോ ചെയ്യുന്ന ഏതൊരാളും ഉടനടി കൊല്ലപ്പെടും. വെഞ്ചിരിച്ച മെഴുകുതിരി കത്തിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് പ്രകാശം കിട്ടാൻ ഇത് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. എന്നാൽ ഇവ ദൈവഭയമില്ലാത്തവരുടെയും പാപികളുടെയും ഭവനത്തിൽ വെഞ്ചിരിച്ച മെഴുകുതിരികൾ കത്തുകയില്ല. അപ്പോൾ വെഞ്ചിരിച്ച മെഴുകുതിരി വാങ്ങി വയ്ക്കാൻ വേണ്ടി ഓടി നടന്നിട്ട് കാര്യമില്ല. ഭക്ഷണവും കരുതി വെച്ച് വാതിലടച്ച് പൂട്ടിയിരിക്കാം എന്ന് പറഞ്ഞാൽ കാര്യമില്ല എന്ന്. അതൊന്നും അപ്പോൾ കത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ദൈവവരപ്രസാദത്തിൽ അല്ലെങ്കിൽ എല്ലാവരും എവിടെയാണെങ്കിലും നശിക്കും. അത്രയേ ഉള്ളൂ. വിശ്വാസികളുടെ ഭവനത്തിൽ ഒരിക്കലും അത് കത്തിച്ചാൽ പിന്നെ ഒരിക്കലും അണഞ്ഞു പോവുകയുമില്ല. ഇങ്ങനെ തന്നെയാണ് ഭക്ഷണം. ഹനാൻ വെള്ളം വീട്ടിനുള്ളിൽ സമൃദ്ധമായി തെളിച്ചുകൊണ്ട് നിങ്ങളെ തന്നെയും മറ്റുള്ളവരെ ആശീർവദിക്കുക. ഇതൊക്കെയാണ് അവസാന ദിനത്തിന് മുമ്പായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പ്രിയ സഹോദരങ്ങളെ, ഈ ത്രിദിനാന്ത്യകാലം എന്നു വരുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് വരുമോ ഇല്ലയോ, അതൊക്കെ പിതാവായ ദൈവത്തിനെ അറിയുള്ളൂ. പക്ഷെ ഓരോ ദിവസവും നമ്മൾ ഇതിനു വേണ്ടി ഒരുങ്ങി ജീവിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും എൻ്റെ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുക. വരപ്രസാദാവസ്ഥയിലായിരിക്കുകയും എൻ്റെ അമ്മയുടെ സംരക്ഷണം അപേക്ഷിക്കുകയും
വിശുദ്ധരുടെയും മാലാഖമാരുടെയും മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പായി പറയുന്നു. വിശുദ്ധരുടെ മാലാഖമാരുടെ പരിശുദ്ധ അമ്മയുടെയൊക്കെ മാധ്യസ്ഥം തേടുന്നവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഇത് സംഭവിക്കുമ്പോൾ യാത്രയിലായിരിക്കുകയും അഭയകേന്ദ്രങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രസാദവരസ്ഥയിലായിരിക്കുകയും നിത്യപിതാവായ ദൈവത്തോട് അനുരഞ്ജപ്പെട്ടിരിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ രക്തസാക്ഷികളായി മരിക്കുകയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായി ജീവിച്ചാൽ നമ്മൾ ചിലപ്പോൾ രക്തസാക്ഷികളായി എടുക്കപ്പെടും. ചില കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ദൈവം തീരുമാനിക്കുന്ന മറ്റു ചിലരും നേരത്തെ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ചില കുഞ്ഞുങ്ങളും ദൈവം തീരുമാനിക്കുന്ന ചിലരും നേരത്തെ തന്നെ എടുക്കും. അത് അവരെ ആ ദിവസങ്ങളുടെ ഭീകരതയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. ആശ്വാസം. ദൈവം അങ്ങനെ എന്നെയൊക്കെ എടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നുണ്ട്. ആ ഭീകരമായിട്ടുള്ള സംഭവങ്ങളൊന്നും കാണാൻ എൻ്റെ മനസ്സിന് ശക്തിയില്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ ഗണത്തിൽ എന്നെയും ഉൾപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നേരത്തെ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ. അതുകൊണ്ട് എൻ്റെ മക്കളെ ഭയപ്പെടാതിരിക്കുക. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാതിരിക്കുന്നത് ദൈവത്തെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരാണ് ഇങ്ങനെ ഇതിനെക്കുറിച്ച് വേവലാതിപ്പെടുക. അല്ലാത്തൊരു ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം നന്നാക്കി കാത്തിരിക്കും, എപ്പോൾ വേണമെങ്കിലും പോവാൻ റെഡിയായിട്ട്. അല്ലാത്തവരോ ഇപ്പോഴും ലോകത്തിൻ്റെ വ്യഗ്രതകൾ കിടന്ന് എനിക്ക് രോഗം വന്നല്ലോ, എനിക്ക് ദാരിദ്ര്യം വന്നല്ലോ, എനിക്ക് ജോലി ശരിയായില്ലല്ലോ, എൻ്റെ മക്കളിങ്ങനെയായില്ലോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർ ദൈവത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള ഒന്നാകലും നടന്നിട്ടില്ല. ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തണം, ഈശോയുടെ അടുത്തേക്ക്, പിതാവിൻ്റെ അടുത്തേക്ക് എത്തണം എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുമ്പോൾ ഈ ലോകത്തിൻ്റേതായ വ്യഗ്രതകളൊക്കെ വിട്ടുകളഞ്ഞ് ഇത് മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കാൻ തുടങ്ങണം. അതാണ് ഈ ഒരുക്കത്തിൻ്റെ കാതലായിട്ടുള്ള ഭാഗം. ഇപ്പോൾ വെളിപ്പെടുത്തി തന്നിട്ടുള്ള സമയത്തിലേക്കും അടയാളങ്ങളിലേക്കും നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അനേകർ അതുവഴിയായി കഴുകി വെടിപ്പാക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും നിർമ്മലരാക്കപ്പെടുകയും ചെയ്യും. കുറേ പേരിത് ഈ സന്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിർമ്മലരാകാൻ ശ്രമിക്കും. നിങ്ങൾ ആരെല്ലാം തൻ്റെ വചനം അനുസരിക്കും എന്ന് കണ്ടറിയാനായി എൻ്റെ പിതാവ് നിങ്ങളെല്ലാവരെയും പരീക്ഷിക്കുകയാണ്. എന്നാൽ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ദുഷ്ടരാരും ഈ സത്യങ്ങൾ ഗ്രഹിക്കുകയില്ല, എന്നാൽ ജ്ഞാനികൾ ഗ്രഹിക്കും. ഉടൻ തന്നെ മനുഷ്യകുലം സർവസംഹാരിയായ വിനാശത്തെ നേരിടാനിരിക്കുന്നു. അതിൻ്റെ ആദ്യ അടയാളങ്ങൾ യുദ്ധം, അക്രമം, അരാജകത്വം എന്നിവയാണ്. തുടർന്ന് മഴ പെയ്യാത്തതിനാൽ ഉണ്ടാകുന്ന വരൾച്ചയും ക്ഷാമവും സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കും. വരൾച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കാട്ടുതീ ഉണ്ടാകും. അതിനുശേഷം പ്രളയമുണ്ടാകും. വരൾച്ച, ക്ഷാമം, അഗ്നി, പ്രളയം ഇത് നാലും സ്വഭാവത്താൽ തന്നെ ഒരുമിച്ച് സംഭവിക്കും. ഭൂകമ്പത്തിനും മറ്റു പ്രകൃതിക്ഷോഭങ്ങൾക്കു ശേഷം ക്ഷാമം ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നല്ലോ. ഈ യുഗത്തിൻ്റെ അന്ത്യം അടുക്കും തോറും ഭൂകമ്പവും മറ്റു പ്രകൃതിക്ഷോഭങ്ങളും വർദ്ധിക്കുക തന്നെ ചെയ്യും എന്ന സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. അതിനുശേഷം മഹാമാരികൾ പ്രത്യക്ഷപ്പെടും. പകർച്ചവ്യാധികളും മഹാമാരികളും ഇപ്പോൾ തന്നെ പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞു. അവ പൊതു ആരോഗ്യ സേവന സംവിധാനങ്ങൾക്ക് ഇപ്പോൾ തന്നെ വലിയ വെല്ലുവിളിയാണ്. ബൈബിൾ വ്യക്തമായി തന്നെ പറയുന്നു, മഹാമാരികളും പകർച്ചവ്യാധികളും പോലെയുള്ള ഭാവിയിലെ രോഗങ്ങളെല്ലാം പരത്തുന്നത് വന്യമൃഗങ്ങളായിരിക്കുമെന്ന്. നിങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് വെളിപാട് 6:8 വായിക്കുക. മനുഷ്യനെ ആത്മാവിലും ശരീരത്തിലും ശിക്ഷിക്കുന്ന ശിക്ഷകൾ കാണുമ്പോഴെല്ലാം ആ പുരാതന സർപ്പം സന്തോഷിക്കുകയാണ്. സ്വർഗീയ മഹത്വം സ്വയം നഷ്ടപ്പെടുത്തിയ അവൻ മറ്റാരും ദൈവത്തിൻ്റെ അടുത്തെത്താൻ ആഗ്രഹിക്കുന്നില്ല. പിശാച് ഇതിനാണ് പ്രവർത്തിക്കുന്നത്. അവനോ ദൈവത്തിൽ നിന്ന് പോയി, ഇനി മറ്റുള്ളവരും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. അതാണ് പിശാചിൻ്റെ തന്ത്രം. അതിനാണ് അവൻ മനുഷ്യരെ കൊണ്ട് മ്ലേച്ഛകരവും ക്രൂരവുമായ പാപങ്ങൾ ചെയ്യിക്കുന്നത്. അത് മനസ്സിലാക്കാതെ പിശാചിൻ്റെ ചങ്ങലയ്ക്കുള്ളിൽപ്പെട്ട് മനുഷ്യൻ അവൻ പറയുന്നത് പോലെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ലക്ഷ്യം നമ്മോടുള്ള സ്നേഹം കൊണ്ട് അവൻ വെച്ച് നീട്ടുന്ന സുഖസൗകര്യങ്ങളൊന്നും നമ്മോടുള്ള സ്നേഹം കൊണ്ടല്ല, നമ്മെ കൂടി ദൈവത്തിൽ നിന്ന് അകറ്റണം, അവന് കൂട്ടുകിട്ടണം നരകത്തിലേക്ക്. ഇതെപ്പോഴും മനുഷ്യൻ ഓർത്തുകൊണ്ടിരുന്നാൽ നല്ലത്.
മനുഷ്യൻ എൻ്റെ ഉപദേശം ശ്രവിക്കുന്നു എന്ന് എപ്പോൾ അവൻ മനസ്സിലാക്കിയോ അപ്പോൾ തന്നെ അവൻ ദൈവത്തിനെതിരായ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് സത്യം. ഓർക്കുക, മുൻപേ പറഞ്ഞിട്ടുള്ളതുപോലെ ഭൂമി പ്രകമ്പനം കൊള്ളും. മനുഷ്യവംശത്തിൻ്റെ പാപങ്ങളുടെ നേരിട്ടുള്ള പരിണതഫലമായി ഭൂമിയുടെ 1/3 ചൂടുകൊണ്ട് ഉരുകും. സത്യം അറിയുന്നവർ അനുദപിക്കുകയും ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുകയും അവിടുത്തെ ആദരിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവീക നിയമങ്ങൾക്കെതിരെയുള്ള പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും അനുദപിച്ചാൽ. എന്നാൽ മനുഷ്യരാശി വിജാതീയതയെ ആശ്ലേഷിക്കുകയും പരസ്പരം കൊല്ലുകയും ചെയ്യുന്നതിനാൽ ശിക്ഷയുടെ ഒരു പരമ്പര തന്നെ അനുഭവിക്കാനിരിക്കുന്നു. പരസ്പരം കൊല്ലുന്ന കാര്യം ഈ കാലഘട്ടത്തിൽ പറയാതെ തന്നെ നമുക്കറിയാം എങ്ങനെയാണ് കൊല്ലുന്നത്. അമ്മ മക്കളെ കൊല്ലുന്നു, മക്കൾ അമ്മമാരെ കൊല്ലുന്നു, അപ്പന്മാരെ കൊല്ലുന്നു. എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ദേശത്ത് ശക്തമായ ഭൂകമ്പങ്ങൾ സംഭവിക്കും. അവ ഒന്നിനു പിറകെ ഒന്നായി ഉടൻ തന്നെ സംഭവിക്കും. രൂക്ഷമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും തണുപ്പിൽ നിന്നും ചൂടിലേക്കുള്ള പെട്ടെന്നുള്ള മാറ്റവും ഉടനെ തന്നെ സംഭവിക്കും. ഇനി അങ്ങോട്ട് ഋതുക്കൾ മുൻകാലങ്ങളിലായിരുന്നതുപോലെ ആയിരിക്കില്ല. വെള്ളപ്പൊക്കവും സമുദ്രത്തിലെ കൊടുങ്കാറ്റുകളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇനിയും കൂടുതലായി ഉണ്ടാകും. നമുക്കറിയാലോ, ഋതുക്കളൊന്നും മുൻകാലങ്ങളിലെ പോലെയല്ല. മെയ് മാസം ആകുമ്പോഴേക്കും ഇപ്പോൾ മഴ തുടങ്ങി. പലതരം വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. ദൈവത്തിനെതിരായ ദുഷ്ട നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്ന രാജ്യങ്ങളെ ഭൂകമ്പങ്ങൾ പിടിച്ചുകുലുക്കും. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് എന്നെ അറിയുന്നവർക്ക് മനസ്സിലാകും. ഈ ശിക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു ഭയാനകമായ ശിക്ഷ സത്യത്തെ ബോധപൂർവം തടയുന്ന വ്യാജ സഭകളുടെ മേൽ പതിക്കും. എൻ്റെ അടുക്കൽ നിന്നും കവർന്നെടുത്ത ആത്മാക്കളെ പ്രതി അവർ ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടവരും. യുദ്ധം രൂക്ഷമാവുകയും അനേകം ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്യും. വിവിധ ദേശങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടും. കൃഷികൾ നശിക്കും. നിങ്ങളിൽ അനേകർ നിങ്ങളുടെ ഭരണകൂടങ്ങളാൽ പീഡിപ്പിക്കപ്പെടും. ഭരണകൂടങ്ങളാൽ നമ്മൾ പീഡിപ്പിക്കപ്പെടും. ആദ്യത്തെ അടയാളം ഭൂമി കൂടുതൽ വേഗതയിൽ കറങ്ങാൻ തുടങ്ങുന്നതായിരിക്കും. രണ്ടാമത്തെ അടയാളം സൂര്യനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. സാധാരണയിലും വലുതായി കാണപ്പെടുന്ന സൂര്യൻ കൂടുതൽ പ്രകാശമാനമായതായി അനുഭവപ്പെടുകയും കൂടുതൽ വേഗതയിൽ കറങ്ങുകയും ചെയ്യും. അപ്പോൾ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ലോകത്തെ മുഴുവൻ ഇളക്കി മറിക്കും. ആ മാറ്റങ്ങളുടെ അർത്ഥം ഭൂമിയുടെ പല ഭാഗങ്ങളും നശിപ്പിക്കപ്പെടും എന്നതാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇനി 3 മഹാവിനാശങ്ങളെ കാണാം. പിശാച് നിങ്ങളെ വെറുക്കുന്നു, എന്നിട്ടും നിങ്ങൾ അവനെ അനുഗമിക്കുന്നു. മറുവശത്ത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്നാൽ നിങ്ങൾ എന്നെ വെറുക്കുന്നു. ഞാൻ എൻ്റെ പിതാവിനോടൊപ്പം ഭൂമിയെ ശുദ്ധീകരിക്കാൻ പോവുകയാണ്. എൻ്റെ സ്നേഹം കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് തനിയെ പുനരുദ്ധരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഭൂമി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ലോകം ചീഞ്ഞു കഴിഞ്ഞു. അത് നമുക്ക് പറയാതെ തന്നെ അറിയാം. ലോകം ചീഞ്ഞു കഴിഞ്ഞു. ലാഭേച്ഛ എല്ലാത്തിനെയും തകിടം മറിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് സ്നേഹത്തിന് പകരം സ്നേഹം നൽകാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ പ്രതികരിക്കാത്തത്? അത് നിങ്ങളുടെ അഹങ്കാരം കൊണ്ടും സ്വാർത്ഥ സ്നേഹം അഥവാ ഈഗോ കൊണ്ടും ലോകസുഖങ്ങളോടുള്ള താല്പര്യം കൊണ്ടുമാണ്. പിശാചിൻ്റെ ദൂതൻ നിങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലും വളർത്തിയെടുക്കുന്ന 3 മഹാവിനാശങ്ങളാണ് ഇവ. ഇപ്പോൾ ലോകത്ത് വന്നിട്ടുള്ളതും ഇനിയും കൂടുതൽ ശക്തമാകാൻ പോകുന്ന 3 മഹാവിനാശങ്ങളാണ് അഹങ്കാരം, സ്വാർത്ഥ സ്നേഹം അതായത് ഈഗോ, ലോകസുഖങ്ങളോടുള്ള താല്പര്യം. ഇതാണ് 3 മഹാവിനാശങ്ങൾ. എൻ്റെ ഏറ്റവും വിശ്വസ്തരായ മക്കളെപ്പോലും ആക്രമിക്കുന്ന പ്രലോഭനങ്ങളാണിവ. ഉന്നതിയിലിരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും നല്ല മക്കളെപ്പോലും ഇത് പിടികൂടും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ഭൂമിയെ ഉപേക്ഷിക്കാൻ ഒരുങ്ങാനും അന്തിമമായി എൻ്റെ രാജ്യം കണ്ടെത്താനും ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ കാത്തിരിക്കുന്നു. ഭൂമിയിൽ നിങ്ങൾ ആ ദൈവസ്നേഹം എത്രയധികമായി അന്വേഷിക്കുകയും സ്വീകരിക്കുകയും മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും ചെയ്യുന്നുവോ അത്രയധികമായി നിങ്ങൾ സ്വർഗത്തിൽ സന്തുഷ്ടരും സംതൃപ്തരുമായിരിക്കും. ഭൂമിയിലെ ദൈവത്തിൻ്റെ സ്നേഹത്തിനെ എത്ര അധികമായിട്ട് നമ്മൾ അന്വേഷിക്കുന്നു, ദൈവസ്നേഹം സ്വീകരിക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നു, അതിൻ്റെ തോതനുസരിച്ച് നമ്മൾ സ്വർഗത്തിൽ അത്രയ്ക്കും സന്തുഷ്ടരായിരിക്കും. അതെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ അനേകർ ഈ വരാനിരിക്കുന്ന സമയത്ത് ഭൂമിയെ വിട്ടുപോകേണ്ട വരും.
ഇത് സംഭവിക്കാനിരിക്കുമ്പോൾ നമ്മളിവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. വായിച്ച് കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അനേകർ ഈ ഭൂമിയെ വിട്ടുപോകും. അങ്ങനെ വിട്ടുപോകാൻ വേണ്ടിയാണ് ഈ മാറാ രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ളതും ഇനിയിപ്പോൾ കൊറോണ മറ്റുള്ള ഇതുകളൊക്കെ വരുന്നത്. അനേകരെ ഈശോ എടുക്കും ഈ വലിയ ഭീകരമായ സംഭവം വരുമ്പോഴേക്കും. അതിനെ ഒരിക്കലും ദൗർഭാഗ്യമായി കാണരുത്. പിന്നെയോ അതിനെ സന്തോഷത്തിൻ്റെ അവസരമായി കാണുക. നിങ്ങൾ ശരിക്കും അതിനു വേണ്ടി തയ്യാറായിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ആത്മാവ് വരപ്രസാദ അവസ്ഥയിലാണെങ്കിൽ, നിങ്ങൾ പൂർണ്ണമായും എൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് വളരെ വലിയൊരു സന്തോഷത്തിൻ്റെ അവസരമായിരിക്കും. നമ്മുടെ ആത്മാവ് ഈശോയോട് തിരിഞ്ഞിരിക്കണം. ഈശോയിലേക്ക് എത്തുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയാൽ ആ അവസാനത്തിൽ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും നമ്മളെ എടുത്തുകൊണ്ട് പോയിക്കോളും. അപ്പം നമുക്ക് സന്തോഷമായി ഈശോയുടെ ഒപ്പം ആയിരിക്കാം. എൻ്റെ എത്രയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, പരിശുദ്ധ കത്തോലിക്ക സഭ വളരെ വലിയ ആശയക്കുഴപ്പത്തിലും അനിശ്ചിതത്വത്തിലും അസ്വസ്ഥതയിലും ആണ്. അവൾ എന്നേക്കും നിലനിൽക്കുമെന്നത് സത്യം തന്നെ. എന്നാൽ അതിനിടയിൽ അവൾ അനേകം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടേണ്ടി വരും. എന്തെന്നാൽ സഭ ദൈവീകമാണ്. ദൈവം സ്ഥാപിച്ചതിനെ മനുഷ്യർക്ക് മാറ്റാൻ സാധിക്കുകയില്ല. എൻ്റെയോ ദൈവത്തിൻ്റെയോ നിയമങ്ങൾ മനുഷ്യൻ മാറ്റുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ തന്നെ പൂർണ്ണമായി എന്നിൽ നിന്ന് അകറ്റുന്നു എന്നാണ്. കാരണം ദൈവം ഒരിക്കലും തൻ്റെ നിയമങ്ങൾ മാറ്റുന്നില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും സാത്താൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കരുത്. സാത്താനൊന്നുമില്ല, വെറുതെ പറയുന്ന അങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയരുത്. സാത്താനില്ല എന്ന് പറഞ്ഞാൽ ദൈവവുമില്ല. സാത്താൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കരുത്. ദൈവം നന്മയിൽ സ്ഥിരചിത്തനായിരിക്കുന്നത് പോലെ സാത്താൻ തിന്മ പ്രവർത്തിക്കുന്നതിലും സ്ഥിരചിത്തനാണ്. അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ നിങ്ങളുടെ ചുറ്റും കറങ്ങി നടക്കുന്നു. നിങ്ങളെ അവൻ്റെ അടുക്കിലേക്ക് വലിച്ചുകൊണ്ട് പോകാനായി അവൻ ഇരുട്ടിൽ പ്രവർത്തിക്കുന്നു. സാത്താൻ വഞ്ചനാപരമായി പ്രവർത്തിക്കുന്നത് അന്ധകാരത്തിലാണ്. സാത്താന് വാക്കുകൾ ആവശ്യമില്ല. എൻ്റെ നോട്ടം നിങ്ങളുടെ ഹൃദയങ്ങളെ തുളച്ചു കയറുന്നത് പോലെ തന്നെ അവൻ്റെ നോട്ടവും നിങ്ങളുടെ ഹൃദയങ്ങളെ തുളച്ചു കയറും. ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യ ഹൃദയത്തിൽ സ്നേഹമാണ്. എന്നാൽ അവൻ ആഗ്രഹിക്കുന്നതോ ജഡ മോഹങ്ങളും. അവയിലാണ് അവൻ പ്രവർത്തിക്കുന്നത്. എന്നെ നശിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനും ശ്രമിച്ചതിന് ശേഷം അവൻ എൻ്റെ സഭയെ ലക്ഷ്യം വയ്ക്കുന്നു. അവൻ അവൾക്ക് ഇരുണ്ട കാലങ്ങൾ നൽകുന്നു. നിങ്ങളുടെ ചിന്തകളെ നശിപ്പിച്ചുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത് നിങ്ങളുടെ മനസ്സാക്ഷിയെ നശിപ്പിക്കുന്നതിൽ വിജയം വരിക്കാനാണ്. സാത്താൻ ഇപ്പോൾ ആക്രമിക്കുന്നത് നിങ്ങളുടെ മനസ്സാക്ഷിയെയാണ്. സുഖത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും അറിവിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സ്വയം ദൈവമാകാം എന്നുള്ള ദൈവദൂഷണപരമായ പ്രതീക്ഷയുടെയും പഴം അവൻ വാഗ്ദാനം ചെയ്യുന്നു. സുഖം, അത്യാഗ്രഹം, അറിവ്. ഈ ലോകസുഖങ്ങൾ ഹേതുവായി നിങ്ങൾ കാമാസക്തിയിൽ ദഹിക്കുന്ന മൃഗങ്ങളെപ്പോലെ പെരുമാറുന്നു. ഫാത്തിമയിലെ അമ്മ പറഞ്ഞതും ഇത് തന്നെയാണ്. അവസാന കാലത്ത് അശുദ്ധകരമായ പാപം കൊണ്ടാണ് ലോകം നിറയുക. വെറുപ്പുളവാക്കുന്ന വിധത്തിൽ, അരോചകമായ വിധത്തിൽ ഈ ലോകത്തിൽ തന്നെ ശിക്ഷാവിധിക്ക് അടിപ്പെട്ട് ജഡത്തിൻ്റെ രോഗവും ആത്മാവിൻ്റെ മരണവും നിങ്ങൾ ഏറ്റുവാങ്ങുന്നു. അറിവിന് വേണ്ടിയുള്ള അത്യാഗ്രഹം നിങ്ങളെ വഞ്ചകൻ്റെ കൈകളിൽ തന്നെ കൊണ്ടു ചെന്നെത്തിക്കുന്നു. ഈ വല്ലാണ്ട് അറിവിന് വേണ്ടി ഓടി നടക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ വഞ്ചിക്കപ്പെടും. അറിവ് കൂടി പലതരം വ്യാഖ്യാനങ്ങൾ ചെന്ന് പെട്ട് അവസാനം സാത്താനില്ല എന്ന് പറയും. പലതരം വ്യാഖ്യാനങ്ങളാവും. പിന്നെ അതിൻ്റെ പിന്നാലെ പോകും. അങ്ങനെ സാത്താൻ നമ്മളെ വഞ്ചിക്കും. അതുകൊണ്ടാണ് ഈ വിശുദ്ധ ഗ്രന്ഥമാകുന്ന നമ്മുടെ ഈശോയുടെ ലവ് ലെറ്റർ, ആ ഗ്രന്ഥമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ. അതുപോലെ നമ്മൾ സാത്താനാൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിന്നാലെ കൊണ്ടുപോയിട്ട് സത്യമല്ലാത്ത ബോധ്യങ്ങളൊക്കെ കൊടുത്ത് ഏകദേശം ഒരു മാനസിക രോഗികളുടെ പോലെ ഇപ്പം വരും കർത്താവ്, അല്ലെങ്കിൽ ഇപ്പോൾ വരും ലോകാവസാനം എന്നും പറഞ്ഞ് കൂടുതലായിട്ട് അറിവ് കൊടുത്ത് കർത്താവ് പറയാത്ത കാര്യങ്ങൾ ചെയ്തു മനുഷ്യൻ്റെ ഇടയിൽ അപമാനിക്കപ്പെടും, വഴിതെറ്റും. സാത്താൻ അവനെ തിരിച്ചു കൊണ്ടുപോകും.
ഞാൻ കേട്ടതാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി, അവർ പറയുന്നതൊന്നും ശരിയല്ല. അഹങ്കാരം മനുഷ്യനിൽ വരും. പ്രിയ സഹോദരങ്ങളെ, നമ്മളിപ്പോൾ 10 പേജ് വായിച്ചു, 40ാമത്തെ പേജിൽ നിൽക്കുകയാണ്. അടുത്ത പങ്കുവയ്ക്കലിൽ അടുത്ത 10 പേജ് വായിക്കാം. ഈ ഓരോ വായനകളിലൂടെയും ദൈവം നമ്മെ ഒരുക്കുന്നത് നമ്മൾ അനുതാപത്തിലേക്ക് വരാൻ, മാപ്പ് പറയാൻ, പരിഹാരം ചെയ്യാൻ, പരിത്യാഗ പ്രവൃത്തി ചെയ്യാനാണ്. ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.